സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ തലച്ചോറിൽ നക്സലിസം അവശേഷിക്കുന്നവർ ഇപ്പോഴും ഇന്ത്യയിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ച പദമാണ് ദീമാഗി നക്സൽ എന്നത്. എന്നാൽ ആ പ്രയോഗം ഏറ്റെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പിറന്നിരിക്കുകയാണ്. ദീമാഗി നക്സൽ പാർട്ടി എന്ന പേജിന് ആദ്യ ദിവസം തന്നെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ തൊഴിൽ രഹിതരായ യുവാക്കൾ കൂറകളെ പോലെയാണെന്ന വിവാദ പ്രസ്താവന ഉണ്ടായതോടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP കൂട്ടായ്മ ഉണ്ടാവുകയും ഇന്ത്യയിൽ യുവജന മുന്നേറ്റത്തിന് പുതിയ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. CJP ഈ രാജ്യത്തുണ്ടാക്കിയ തരംഗത്തിന്റെ നടുക്കം ഇപ്പോഴും ഭരണകർത്താക്കളെയും സംഘപരിവാറിനെയും വിട്ടു പോയിട്ടുമില്ല. അപ്പോഴാണ് ഒരു വാക്കിന്റെ പേരിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി പിറവിയെടുക്കുന്നത്. 50,000-ലേറെ ഫോളോവേഴ്സിനെ ദീമാഗി നക്സൽ പാർട്ടി ഒറ്റ ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. സ്ഥാപകന്റെ പേര് ഒരു ദീമാഗി ഇന്ത്യക്കാരൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ചിന്തിക്കുക, അന്വേഷിക്കുക, പ്രതിരോധിക്കുക എന്നതാണ് പാർട്ടിയുടെ ആപ്തവാക്യമായി കൊടുത്തിരിക്കുന്നത്. പേജിന് പിന്നിലുള്ള ആരാണെന്ന് വ്യക്തമല്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ആ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭഗത് സിംഗിന്റെ അനുയായികളാണ് തങ്ങളെന്നും തങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാനോ രാജ്യവിരുദ്ധമെന്നും മുദ്രകുത്താനോ ശ്രമിച്ചാൽ അത് ഭഗത് സിംഗിനോട് കാട്ടുന്ന അനാദരവാണെന്നും അക്കൗണ്ടിലെ ആദ്യ പോസ്റ്റുകളിൽ ഒരെണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. നടൻ പ്രകാശ് രാജിന്റെ ട്വീറ്റ് ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് സജീവമായ ഈ അക്കൗണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, അഖിലേഷ് യാദവ്, യൂട്യൂബർ ധ്രുവ് റാട്ടി, മുഹമ്മദ് സുബൈർ തുടങ്ങി 13 പ്രമുഖരെയാണ് നിലവിൽ ഫോളോ ചെയ്യുന്നത്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീമാഗി നക്സൽ പ്രയോഗം നടത്തിയത്. സായുധരായ നക്സലുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു, എന്നാൽ തലച്ചോറിൽ നക്സലിസം ശേഷിക്കുന്നവർ ഇന്ത്യയിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി പറഞ്ഞത്. സായുധ നക്സലിസം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടെങ്കിലും സമൂഹത്തിൽ അശാന്തിയും അക്രമവും സൃഷ്ടിക്കാൻ ദീമാഗി നക്സലുകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നും അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണം എന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു. ഈ പരാമർശത്തെ തുടർന്ന് താൻ ഒരു ദീമാഗി നക്സലാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ P. ചിദംബരം പ്രതികരിച്ചതോടെയാണ് വിഷയം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചുകൊണ്ട് നടത്തിയ പരാമർശം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. യുവാക്കൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളോ RTI പ്രവർത്തകരോ ആയി മാറി ഈ വ്യവസ്ഥിതിയെ ആക്രമിക്കുകയാണെന്നും അവർ സമൂഹത്തിലെ പാർട്ടികളെ പോലെയും പരാന്ന ഭോജികളെ പോലെയും ആണെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ CJP രാജ്യത്തെ യുവജന മുന്നേറ്റമായി മാറുകയായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വരെ CJPയുടെ സമരം കാരണമായി മാറി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ അസംതൃപ്തരായ ജനതാ ദീമാഗി നക്സൽ പാർട്ടിയോട് എങ്ങനെ പ്രതികരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. CJP എന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ടായിട്ട് അധികം നാളുകൾ ആയിട്ടില്ലാത്തത് കൊണ്ട് പുതിയ പാർട്ടിക്ക് ഇവിടെ സ്വീകാര്യത ഉണ്ടാകില്ലെന്ന ആശ്വാസത്തിലാണ് സർക്കാരും ഹിന്ദുത്വ പാർട്ടികളും.